ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. സർ, നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാക്കി രൂപപ്പെടുത്താനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി അത്തരം ശ്രമങ്ങളുടെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഗണ്യമായ പരിഗണനയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ആർജിച്ച മികവാർന്ന നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സ്വാഭാവിക തുടർച്ചയുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന നൽകുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് ജാഗ്രതാപൂർണമായ ഇടപെടലാണ് ഈ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ അഥവാ പ്രവേശന അനുപാതം വർദ്ധിപ്പിക്കുക എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 900 ബിരുദ പ്രോഗ്രാമുകളും 204 ബിരുദാനന്തര പ്രോഗ്രാമുകളും അനുവദിച്ചു. 36 കോളേജുകൾ പുതുതായി സംസ്ഥാനത്തുണ്ടായി. സർവകലാശാല കേന്ദ്രങ്ങളിൽ പ്രൊജക്ട് മോഡ് കോഴ്സുകൾ അനുവദിച്ചു. ഇതിലൂടെ 30,000-ത്തിലധികം സീറ്റുകൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. 4 വർഷ ബിരുദ കോഴ്സുകളുടെ ആവിർഭാവത്തോടെ സർവകലാശാല ക്യാമ്പസുകളിലും ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. അതോടെ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്ത് പഠനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ 6000 കോടി രൂപ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് റിവ്യൂവിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. കിഫ്ബി, റൂസ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് 2000 കോടിയിൽ പരം തുക വിനിയോഗിച്ച് അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക ലാബുകൾ, മോഡേണൈസ്ഡ് ലൈബ്രറികൾ, അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സർവകലാശാലകളിലും കലാലയങ്ങളിലും പുതുതായി വന്നിട്ടുണ്ട്. കേരള MG സർവകലാശാലകളിലെ സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ് രാജ്യത്ത് തന്നെ മികച്ചവയായി മാറിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഏറ്റവും പെട്ടെന്ന് നിയോഗിതമായിട്ടുള്ള 3 കമ്മീഷനുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലവും സമഗ്രവുമായിട്ടുള്ള പരിവർത്തനം സാധ്യമാക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന 4 വർഷ ബിരുദ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയത് ഈ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിലാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മാ വർധനവിനു വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 247 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലയും MG സർവകലാശാലയും A++ നേടി. കാലിക്കറ്റും കാലടി സർവകലാശാലയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും A+ നേടി. 24 കോളേജുകൾ A++ നേടി. 43 കോളേജുകൾ A+ നേടി. 68 കോളേജുകൾ A ഗ്രേഡ് നേടി. NIRF റാങ്കിങ്ങിൽ ആദ്യ 200-ൽ 42 കോളേജുകൾ കേരളത്തിൽ നിന്നാണ്. അതായത് നമ്മുടെ രാജ്യത്തെ 21% ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ 401-500 ബാൻഡിൽ ഉൾപ്പെട്ട മഹാത്മാഗാന്ധി സർവകലാശാല രാജ്യത്തെ സർവകലാശാലകളിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ടൈംസിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ NIRF റാങ്കിങ്ങിൽ കേരള സർവകലാശാല 24-ാം സ്ഥാനത്തും മഹാത്മാഗാന്ധി 31-ാം സ്ഥാനത്തും കുസാറ്റ് 37-ാം സ്ഥാനത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 70-ാം സ്ഥാനത്തുമാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ആദ്യ 100-ൽ 26-ാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ്, 30-ാം സ്ഥാനത്തുള്ള രാജഗിരി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് എന്നിവയുൾപ്പെടെ 14 കോളേജുകൾ, അതുപോലെ ആദ്യ 30 ആർക്കിടെക്ചർ കോളേജുകളിൽ 17-ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, ഇവയൊക്കെ തന്നെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മയ്ക്ക് ഉദാഹരണങ്ങളായി സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ
സാങ്കേതിക മേഖലയിൽ ദേശീയ ഗുണനിലവാര പരിശോധനാ സംവിധാനമായ NBA അക്രഡിറ്റേഷന് കേരളത്തിലെ 6 സർക്കാർ പോളിടെക്നിക്കുകളിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും വിവിധ പഠന വകുപ്പുകൾ അർഹരായത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഈ വർഷം നമ്മുടെ സർവകലാശാലകൾ കാലിക്കറ്റ്, MG, KTU എന്നിവ ഫൈനൽ ഇയർ പരീക്ഷ കഴിഞ്ഞ് റെക്കോർഡ് വേഗതയിലാണ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചത്. 24-25 അക്കാദമിക് വർഷത്തേക്കുള്ള ഏകീകൃത അക്കാദമിക് കലണ്ടർ വിവിധ സർവകലാശാല പ്രതിനിധികൾ അംഗങ്ങളായ സമിതി തയ്യാറാക്കി നൽകുകയും അത് സർവകലാശാലകൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ ഈ കലണ്ടർ അനുസരിച്ച് ഏകോപിതമായ നിലയിൽ നടക്കും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ബിരുദ വിദ്യാഭ്യാസം പൂർണ്ണമായും സമഗ്രമായും അടിസ്ഥാനപരമായും പരിഷ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് കരിക്കുലം രൂപീകരിച്ച് സർവകലാശാലകൾക്ക് നൽകുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി കൊടുക്കപ്പെടുന്നത്. 4 വർഷ കരിക്കുലം നടപ്പിലാക്കുന്നതിനാവശ്യമായ റെഗുലേഷനുകളും മാതൃകാ സിലബസുകളുമെല്ലാം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കി നൽകുകയുണ്ടായി. അധ്യാപകർ, അനധ്യാപകർ എന്നിവർക്കൊക്കെ ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ട്. അവധാനതയോടെ 1.5 വർഷക്കാലം കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് വിവിധ പരിശീലനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ മാറ്റത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള ബിരുദ വിദ്യാഭ്യാസം സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും നടപ്പാക്കുമ്പോൾ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്തിക്കൊണ്ട് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുകയും അതോടൊപ്പം തന്നെ ആഴത്തിൽ അറിവന്വേഷിക്കാൻ കൗതുകമുള്ള ഗവേഷണ താല്പര്യങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതും ഈ മാറ്റത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടുള്ള ആശയങ്ങളാണ്. കേന്ദ്രത്തിൽ നടപ്പാക്കുന്ന NEP-യുടെ അതേപടിയുള്ള ആവിഷ്കാരമല്ല ഇത് എന്ന് ബഹുമാനപ്പെട്ട അംഗം ശ്രീ മുനീർ സാഹിബിനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മൾട്ടിപ്പിൾ എക്സിറ്റ് പോലുള്ള കാര്യങ്ങൾ, അതായത് 1-ാം വർഷവും 2-ാം വർഷവും എക്സിറ്റ് നൽകിക്കൊണ്ട് യാതൊന്നും കയ്യിലില്ലാതെ തൊഴിൽ സേനയിലേക്ക് പോകേണ്ടി വരുന്ന അനാഥത്വത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ കഴിയും വിധം 3-ാം വർഷം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എക്സിറ്റ് നൽകുന്നത്. മാത്രമല്ല, ശാസ്ത്രീയമായിട്ടുള്ള അവബോധവും സാമൂഹ്യനീതി സങ്കല്പനങ്ങളും കൃത്യമായ ചരിത്രബോധവും എല്ലാം ഉറപ്പിച്ചെടുക്കും വിധം തന്നെയാണ് അതിൻ്റെ കരിക്കുലവും അതാത് വിഷയങ്ങളുടെ സിലബസും തയ്യാറാക്കുന്നത്. വികലമായിട്ടുള്ള ചരിത്രബോധവും അശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ സഹായകരമായ രീതിയിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം കേരളത്തിലെ കരിക്കുലത്തിനോ വിഷയങ്ങളുടെ സിലബസുകൾക്കോ ഉണ്ടാകുന്നതല്ല. അതുപോലെ 148 യുവ ഗവേഷകരെ ചീഫ് മിനിസ്റ്റേഴ്സ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകൾക്കായി തിരഞ്ഞെടുക്കുകയും കഴിഞ്ഞ 3 വർഷങ്ങളായി ആ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. കേരളീയ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളിലാണ് പ്രശ്ന പരിഹാരത്തിന് സൊല്യൂഷൻസ് നിർദ്ദേശിക്കാവുന്ന രീതിയിൽ ഈ യുവ ഗവേഷകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വർഷം 100 ഫെല്ലോഷിപ്പുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കെയറീപ്പ് എന്ന പേരിൽ അഡ്മിനിസ്ട്രേഷനും അക്കാദമിക് പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഏകോപിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനം ഇവിടെ സംസ്ഥാനത്ത് നടപ്പാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അഡ്മിഷൻ, അക്കാഡമിക് ആൻഡ് ക്ലാസ് മോണിറ്ററിംഗ്, എക്സാമിനേഷൻ, അഫിലിയേഷൻ തുടങ്ങിയ മോഡ്യൂളുകൾ വികസിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തന കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്യുമെന്ന കാര്യം തർക്കരഹിതമാണ്. ഇതിൻ്റെ ഫലപ്രദമായ നടത്തിപ്പിനുള്ള സംവിധാനം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച കൗൺസിലുകളിൽ ഒന്നാണ്. അതിൻ്റെ ആസ്ഥാന മന്ദിരം പണിയുന്നതിന് ഉന്നത വിദ്യാഭവൻ എന്ന പേരിൽ KSSTM-ൻ്റെ ക്യാമ്പസിൽ ആസ്ഥാന മന്ദിരം പണിയുന്നതിനുള്ള പദ്ധതി 48.8 സെന്റ് സ്ഥലം അനുവദിച്ച് ലഭ്യമായ സാഹചര്യത്തിൽ ഉടനെ ആരംഭിക്കേണ്ടതുണ്ട്. എറുഡൈറ്റ് സ്കോളർ ഇൻ റെസിഡൻസ് പ്രോഗ്രാം ആൻഡ് ബ്രെയിൻ ഗെയിൻ നമ്മുടെ സംസ്ഥാനത്തെ
ദിഷണാശാലികളായിട്ടുള്ള പലരും വിദേശങ്ങളിലെ സർവകലാശാലകളിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ വിപുലമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സാധ്യമായ നിലയിലുള്ള പരിപാടിയാണ് എറുഡൈറ്റ് സ്കോളർ ഇൻ റെസിഡൻസ് പ്രോഗ്രാം, അതുപോലെ ബ്രെയിൻ ഗെയിൻ പദ്ധതി. അക്കാദമിക് വിദഗ്ധരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുമായിട്ടുള്ള ആശയവിനിമയം, അതുപോലെ നോളജ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനുള്ള പരിപാടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരകളായിട്ടുള്ള ഗവേഷണവും തൊഴിലും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നൈപുണ്യ വികസനവും സ്റ്റാർട്ടപ്പ് സംവിധാനം ശക്തിപ്പെടുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വളർത്തിയെടുക്കുക എന്ന സമീപനത്തോടു കൂടി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ്. നോളജ് ട്രാൻസ്ലേഷണൽ ഗവേഷണ കേന്ദ്രങ്ങളും റിസർച്ച് ലാബറട്ടറികളും സ്ഥാപിച്ചുകൊണ്ട് സൈദ്ധാന്തികമായ അറിവിൻ്റെ പ്രായോഗിക തലത്തിലേക്കുള്ള പരാവർത്തനം സാധ്യമാക്കുകയാണ്. 24,63,75,316 രൂപ ചെലവിൽ കേരള സർവകലാശാലയിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. 20 കോടി രൂപ ചെലവിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലും 25 കോടി രൂപ ചെലവിൽ കൊച്ചി സർവകലാശാലയിലും 22.9 കോടി രൂപ ചെലവിൽ കണ്ണൂർ സർവകലാശാലയിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററുകൾ സ്ഥാപിതമാകും. സാങ്കേതിക സർവകലാശാലയിൽ 21.8 കോടി രൂപയാണ് ട്രാൻസ്ലേഷണൽ റിസർച്ചിനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്റർ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എന്നുള്ള രീതിയിൽ വികസിപ്പിക്കുകയാണ്. ലോകോത്തര മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ താണു പത്മനാഭന്റെ അനുസ്മരണാർത്ഥം കേരള സർവകലാശാലയിൽ 88 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന പേരിൽ പഠന കേന്ദ്രം ആരംഭിക്കുകയാണ്. ആസ്ട്രോണമിയിലും ആസ്ട്രോഫിസിക്സിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് PhD തലങ്ങളിൽ ഈ കേന്ദ്രത്തിൽ പഠന സൗകര്യമൊരുക്കും. MG സർവകലാശാലയിൽ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി ഗവേഷണത്തിന് മികവിൻ്റെ കേന്ദ്രത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. നാനോ സയൻസ് പഠന ഗവേഷണ മേഖലയിലുള്ള MG സർവകലാശാലയുടെ മികവിനുള്ള അംഗീകാരമാണത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത് സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വിളപ്പിൽ ശാലയിൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയോട് ചേർന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാർക്ക് സ്ഥാപിക്കുന്നതിന് 50 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കിഫ്ബി മുഖേന 190.60 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഈ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് സൗകര്യങ്ങളുള്ള റിസർച്ച് പാർക്ക് സ്ഥാപിക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി സർവകലാശാലകളിൽ വികസനത്തിനു വേണ്ടി 416.25 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ പ്ലീസ് സ്കീമിൽ ഉൾപ്പെടുത്തി അഡ്വാൻസ് സെന്റർ ഫോർ റീജനറേറ്റീവ് മെഡിസിൻ ആൻഡ് സ്റ്റെം സെൽ റിസർച്ച് സ്ഥാപിക്കുന്നതിനായി 4.44 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിലുള്ള പദ്ധതികൾക്കായിട്ട് 287.66 കോടി രൂപയും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ വികസനത്തിനായി 373.19 കോടി രൂപയും ചെലവഴിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 കോടി ചെലവിൽ 2000 വിദ്യാർത്ഥി പ്രതിഭകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ എന്ന നിലയ്ക്ക് സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട്. വിശപ്പുരഹിത ക്യാമ്പസ് പദ്ധതി നടപ്പാക്കി 1.35 കോടി രൂപ ചെലവാക്കി 7859 പേർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം നൽകിയിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം 15.70 കോടി രൂപ ഇതിനായിട്ട് ആവശ്യമുണ്ട്. ജീവനി മെന്റൽ വെൽബീയിങ് പദ്ധതി കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആകുലതകൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയാണ്. 5 കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാനത്തെ എല്ലാ കോളേജുകളിലും കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം 2 കോടി രൂപ അതിനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. ഏൺ വൈൽ യു ലേൺ വിദ്യാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിലും വിദ്യാഭ്യാസവും കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ തന്നെ തൊഴിലാഭിമുഖ്യം വളർത്താനും സഹായകരമാണ്. ഏൺ വൈൽ യു ലേൺ പദ്ധതിയിൽ 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്.
യെസ് മിനിസ്റ്റർ പ്ലീസ്. ഇനി ഒരുപാട് മിനിസ്റ്റേഴ്സ് ഉണ്ട്, 5 ഇനിയുണ്ട്. പ്ലീസ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസ്റ്റീജിയസ് പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക് കോളേജിലെ കുട്ടികൾ കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായിട്ട് ഓട്ടോറിക്ഷകൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായിട്ട് മിനി ഫാബ് ലാബുകളും ഉൽപാദന പരിശീലന കേന്ദ്രങ്ങളും തെരഞ്ഞെടുത്ത പോളിടെക്നിക്കുകളിൽ സ്ഥാപിച്ച് മുന്നോട്ട് പോകുകയാണ്. LED ബൾബുകൾ, ട്യൂബുകൾ, ഇലക്ട്രോണിക് കിറ്റുകൾ, കാർഷിക മെഷീനറികൾ, ഇലക്ട്രിക് 15 മിനിറ്റ് കഴിഞ്ഞു. ആകെ മിനിസ്റ്റേഴ്സിന് സമയം 30 മിനിറ്റ് ആണ്. കഴിയാനായി. ബാക്കി ടേബിൾ ചെയ്തെന്നാല്. അതുപോലെ 116.92 ലക്ഷം രൂപ മുടക്കി മിനി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി ഷീ എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പഠന രംഗത്ത് ഇന്നൊവേഷൻ, പേറ്റന്റ്, സാങ്കേതിക കൈമാറ്റം, ഗവേഷണ പിന്തുണ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ട്രാൻസ്ഫോമിംഗ് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഫോർ നോളജ് ഇക്കോണമി പദ്ധതി നടപ്പാക്കുകയാണ്. വൈദ്യുതി വാഹനങ്ങൾക്കായിട്ടുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് മൊബിലിറ്റിയുടെ മികവിന്റെ കേന്ദ്രം ആരംഭിക്കുകയാണ്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മികവിന്റെ കേന്ദ്രം വികസിപ്പിക്കുകയാണ്. പാർക്ക് ഇൻഡസ്ട്രീസ് വകുപ്പുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ള ആശയം സാക്ഷാത്കരിക്കുകയാണ്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ IHRDയുടെ ആദ്യത്തെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ആരംഭിച്ചു. ഒരെണ്ണം കൂടി. LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റ് എന്നുള്ള ഉപഗ്രഹത്തിന് 31 ലക്ഷം രൂപ ആണ് സർക്കാർ ധനസഹായം നൽകിയത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അധ്യാപികമാരുടെ സാങ്കേതിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഈ വിസാറ്റ് പദ്ധതി ഇന്ന് കേരളത്തിനാകെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അസാപ്പ് എന്ന സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസി ഹയർ എഡ്യൂക്കേഷന്റെ അഭിമാന സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. 140 സ്കിൽ കോഴ്സുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും എല്ലാം ഉൾപ്പെടെ 140 സ്കിൽ കോഴ്സുകളിൽ മികച്ച പരിശീലനം നൽകുന്നതിന് സാധ്യമാകുന്ന വിധത്തിലാണ് അസാപ്പ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കിൽ ഇന്ത്യ റിപ്പോർട്ടിൽ പരാമർശം ലഭിച്ച ഏജൻസി കൂടിയാണ് അസാപ്പ്. അസാപ്പിൻ്റെ നേതൃത്വത്തിൽ 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് സ്കിൽ എൻഹാൻസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശ്ലാഘനീയമായ സേവനം നൽകി പ്രവർത്തിച്ചു വരികയാണ്. പിന്നെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ശ്രീ മാണി സി കാപ്പൻ മെമ്പർ പറഞ്ഞ പോലെ ലോ കോളേജുകൾ ഇപ്പോൾ സ്വാശ്രയ മേഖലയിൽ അനുവദിക്കുന്നുണ്ട്. ബാർ കൗൺസിലിൻ്റെ കൂടെ NOC ലഭ്യമാക്കിയാൽ ലോ കോളേജ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മെമ്പർമാരുടെ പറഞ്ഞ പോലെ ദേശീയ വിദ്യാഭ്യാസ നയം ഒരു വ്യത്യാസവുമില്ലാതെയല്ല കേരളത്തിൽ നടപ്പാക്കുന്നത്. മറിച്ച് അതിന് നല്ല പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ നടപ്പാക്കാൻ കഴിയുന്ന ഗുണപരമായിട്ടുള്ള അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിലോമകരമായ അംശങ്ങളെ പാടെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. നാം നിയോഗിച്ച ഉന്നതതല കമ്മീഷനുകളുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് സമഗ്രമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നടപ്പാക്കുന്നതിന് ഒരു പുതിയ വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയുടെ വിപുലീകരണത്തിനും ജനങ്ങളുടെ ജീവിത നിലവാര വർധനവിനും വേണ്ടി നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാം എന്നാണ് പറയാനുള്ളത്. ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് അംഗീകരിച്ച് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.